السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ 10ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ 4ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗമായിട്ടുള്ള തൗഖീഉൻ നസ്സാഹ എന്നുള്ള പാഠഭാഗം അല്ലേ, ഒരു മസ്രഹിയായിരുന്നു, അത് ഒരു ഡ്രാമയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിലെ മഷദുൽ അവൽ അഥവാ രംഗം 1 സീൻ 1 ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ടീച്ചർ അതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ. ആരായിരുന്നു നമ്മുടെ ഈ ഒരു മസ്രഹിയിലെ പ്രധാന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, ആരൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സുഹൈൽ, അതുപോലെ തന്നെ തോരിഖ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർ അല്ലേ. ആരായിരുന്നു സുഹൈൽ? അദ്ദേഹം പഞ്ചായത്തിലൊരു ഓഫീസറായിരുന്നു. അതുപോലെ തന്നെ തോരിഖ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ടർ ആയിരുന്നു അല്ലേ. അവർ തമ്മിൽ നടക്കുന്നതായ ഒരു സംസാരമായിരുന്നു നമ്മൾ രംഗം 1 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് സുഹൈലിൻ്റെ അടുക്കിലേക്ക് ആര് വരുന്നുണ്ട്? തോരിഖ് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട്, അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ സുഹൈൽ പറയുന്നുണ്ട് അല്ലേ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിയമപരമായിട്ടാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് അംഗീകാരം നൽകുന്നതാണ് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം അഥവാ തോരിഖ് സുഹൈലിന് കുറച്ച് കാശ് നൽകാൻ വേണ്ടി നോക്കുന്നുണ്ട് അല്ലേ. കൈക്കൂലി പോലെ നൽകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് സുഹൈൽ എന്താണ് പറയുന്നത്? ഞാനത് സ്വീകരിക്കുകയില്ല, ഇത് ശുദ്ധമായിട്ടുള്ള പണമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്കവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവമൊക്കെ സുഹൈൽ വീട്ടിൽ പോയിട്ട് സുഹൈലിൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നത് എന്തായിരിക്കുമെന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് ടീച്ചർ നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. നോക്കൂ, അൽ മഷദു സാനിയാണ് അല്ലേ, 2ാമത്തെ സീനാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ആ ചിത്രത്തിൽ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സുഹൈലിൻ്റെ മകനായിരിക്കും അത് അല്ലേ. അവൻ്റെ അടുത്ത് ആരിയ്ക്കുന്നുണ്ട്? തോരിഖ് അല്ലെ, ആ ഒരു മുക്കാവലായിട്ടുള്ള അഥവാ ആ ഒരു കോൺട്രാക്ടർ ആയിട്ടുള്ള തോരിഖ് എവിടെ എത്തിയിട്ടുണ്ട്? സുഹൈലിൻ്റെ ഹോസ്പിറ്റലിലുള്ള മകൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് വായിച്ചു നോക്കാം. നോക്കൂ, يدخل طارق جناح الأطفال في المستشفى لزيارة عالم. അതായത് യദ്ഖുലു തോരിഖ് പ്രവേശിക്കുന്നു ജിനാഹൽ അത്ഫാലി. ജിനാഹൽ അത്ഫാൽ എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസ് വാർഡ് എന്നാണ്, കുട്ടികളുടെ വാർഡിൽ എന്നാണ്. ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലെ കുട്ടികളുടെ വാർഡിലേക്ക് ആര് പ്രവേശിക്കുന്നു? തോരിഖ് പ്രവേശിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ലി സിയാറത്തി ഓനിമിനെ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട്. മൻ ഓനിം? ഓനിം ആരാണ്? സുഹൈലിൻ്റെ സുഖമില്ലാത്ത മകനാണ് ഓനിം എന്ന് പറയുന്നത് അല്ലേ. നോക്കൂ, തോരിഖ് മർഹബയ്യ ബുനയ്യ കൈഫ ഹാലുക്കൽ യൗം. അതായത് തോരിഖ് പറയണം, മർഹബയ്യ ബുനയ്യ കൈഫ ഹാലുക്കൽ യൗം, മകനെ എന്തൊക്കെയാണ് നിൻ്റെ വിശേഷങ്ങൾ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. കൈഫ ഹാലുക്ക, എന്തൊക്കെയാണ് നിൻ്റെ വിശേഷങ്ങൾ? അൽയൗം, ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓനിം അൽഹംദുലില്ലാ അന ബിഖൈർ മൻ അൻറ്റ് മാദാ തുരീദ്. ഓനിം ചോദിക്കുകയാണ്, അൽഹംദുലില്ലാ അന ബിഖൈർ, ഞാൻ എന്താണ്? അൽഹംദുലില്ലാ സുഖമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, മൻ അൻറ്റ്, നിങ്ങൾ ആരാണ്? മാദാ തുരീദ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നാണ്. മാദാ തുരീദ്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം വരുന്നതും. അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. തോരിഖ് പറയാണ്, ഇസ്മി തോരിഖുൻ, എൻ്റെ പേര് തോരിഖ് എന്നാണ്. അന മുഖാവിലുൻ, ഞാനൊരു കോൺട്രാക്ടറാണ്. ജിഅ്തുക, ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ലി ഉസാഇദക, നിന്നെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ്. ലി ഉസാഇദ, ഞാൻ സഹായിക്കുവാൻ വേണ്ടിയിട്ടാകുന്നു. ക, നിന്നെ എന്നാണ് പറയുന്നത്. എന്നിട്ട് ചോദിക്കണം, അയിന ബാബ, നിൻ്റെ ഉപ്പ എവിടെ എന്നാണ് ചോദിക്കുന്നത്. ആ സമയത്ത് ഓനിം പറയാണ്, ബാബ ഖറജ ഇല സ്വൈദലിയ, ബാബ, എൻ്റെ ബാപ്പ എന്ത് ചെയ്തിട്ടുണ്ട്? ഖറജ, അദ്ദേഹം പോയിട്ടുണ്ട്, പുറപ്പെട്ടു പോയിട്ടുണ്ട്. ഇല സ്വൈദലിയ, സ്വൈദലിയമാന എന്താണ്? ഫാർമസിയാണ് അല്ലേ, ഫാർമസിയിലേക്ക് പോയതാണ് എന്നാണ് പറയുന്നത്. വീണ്ടും തോരിഖ് പറയാണ്, യാ ബുനയ്യ അരിഫു അന്നക്കും ഫി ഹാജത്തിൻ ഇലാ മബ്ലഇൻ ത്വാഇലിൻ ലിഇലാജിക് യസുറുനി അൻ അദ്ഫഅ തകാലീഫ ഇലാജിക് അതുൽബു മിൻ വാലിദിക അൻ യഫ്അല ഷൈഅൻ ബസീതൻ മിൻ അജ്ലി
ഇതാ തമ്മ ദാലിക കുന്ന ജമീഅൻ സുഅദാ. എന്താണ് അദ്ദേഹം പറയുക? ബുനയ്യ, അല്ലയോ മകനെ, അരിഫു, എനിക്കറിയാം, അന്നക്കും, തീർച്ചയായും നിങ്ങൾ, അരിഫു, ഞാൻ അറിയുന്നില്ല, ഞാൻ മനസ്സിലാക്കുന്നു, അന്നക്കും, തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ്, ഫി ഹാജത്തിൻ, ഒരു ആവശ്യത്തിലാണുള്ളത് എന്നാണ്. എന്താണ് ആവശ്യമുള്ളത്? ഇലാമ ബിലാൻ തോയിൻ, ഒരു വലിയ എമൗണ്ട് പണത്തിന് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് എനിക്ക് അറിയാവുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? ലി ഇലാജിക്ക, നിൻ്റെ ചികിത്സക്ക് വേണ്ടിയിട്ട് എന്നാണ് കേട്ടോ. യസുറുനി, എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്, അൻ അദ്ഫ, ഞാൻ നൽകുന്നത് എനിക്ക് സന്തോഷമാണ്, അല്ലെങ്കിൽ എനിക്ക് നൽകുന്നതിൽ എന്താണ്, സന്തോഷമാണുള്ളത്. തെക്കാലീഫ് ഇലാജിക്ക, തെക്കാലീഫ് എന്ന് പറഞ്ഞ ചിലവുകൾ എന്നാണ് കേട്ടോ. തെക്കാലീഫ് ഇലാജിക്ക, നിൻ്റെ ചികിത്സയുടെ ചിലവുകളൊക്കെ ഞാൻ നൽകുന്നതിൽ എനിക്ക് സന്തോഷമാണുള്ളത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അത്ലുബ് മിൻ വാലിദിക്ക, ഞാൻ നിൻ്റെ പിതാവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്ലുബ് മിൻ വാലിദിക്ക, ഞാൻ നിൻ്റെ പിതാവിനോട് ആവശ്യപ്പെടുന്നത് എന്താണ്? അനിയഫ് അല, അദ്ദേഹം ചെയ്യുവാനാകുന്നു, ഷെയ്ഇൻ ബസീറ്റൻ, ഒരു വിശാലമായിട്ടുള്ളൊരു കാര്യം ചെയ്തു തരുവാനാണ്, മിൻ അജിലി, എനിക്കായിട്ട് എന്നാണ്. ഇതാ തമ്മദാലിക, അത് പൂർത്തിയാവുകയാണ് എങ്കിൽ, കുന്ന, നമ്മളെല്ലാവരും തന്നെ, ജമീഅൻ, ഒന്നടങ്കം, നമ്മളെല്ലാവരും കൂടെ എന്താണ്, സുഅദാ, സന്തോഷവാന്മാരായിത്തീരുന്നതാണ് എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ഓനും ചോദിക്കുകയാണ്, ദഅനി അസ്മഉ മാദാ തുരീദ്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാനൊന്ന് കേൾക്കട്ടെ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയൂ, ഞാനൊന്ന് കേൾക്കട്ടെ എന്നാണ് ഓനും പറയുന്നത്. ആ സമയത്ത് തോരിക്ക് പറയുന്നത് നോക്കൂ, അഹ്താജു ഇലാ തൗഖീഇൽ മുവാഫഖതി മിൻ വാലിദിക ലിമശ്റൂഇ അൽ ജാരി, മുംകിൻ അൻ തതകല്ലമ മഅ അബീക്. അഹ്താജു, എനിക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഇലാ തൗഖീഇൽ മുവാഫഖ, ഒരു തൗഖീ എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചറാണ്, സൈൻ, ഒപ്പ് കേട്ടോ. അൽ മുവാഫഖത്ത് എന്ന് പറഞ്ഞാൽ ഒരു അപ്രൂവ് ചെയ്തിട്ടുള്ള, അംഗീകരിച്ചു കൊണ്ടുള്ളതായ ഒരു സൈൻ വേണം, ഒരു സിഗ്നേച്ചർ വേണം. മിൻ വാലിദിക്ക, നിൻ്റെ പിതാവിൻ്റെ ഒരു സിഗ്നേച്ചറാണ്, ഒരു ഒപ്പാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. ലിമശ്റൂഇ, എൻ്റെ പ്രൊജക്റ്റിന്, ലിമശ്റൂഇ, എൻ്റെ പ്രൊജക്റ്റിന്, അൽ ജാരി, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായ എൻ്റെ ഒരു പ്രൊജക്റ്റിന് നിൻ്റെ പിതാവിൻ്റെ ഒരു സൈൻ എനിക്ക് വേണമെന്നാണ് പറയുന്നത്. എന്നിട്ട് ചോദിക്കണം, മുംകിൻ അൻ തതകല്ലമ മഅ അബീക, നിൻ്റെ പിതാവിനോട് നിനക്കൊന്ന് സംസാരിക്കാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കേട്ടോ. മുംകിൻ, സാധ്യമാണോ, അൻ തതകല്ലമ, നീ സംസാരിക്കുന്നത്, മഅ അബീക, നിൻ്റെ പിതാവിനോട് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാവോ എന്നാണ് ചോദിക്കുന്നത്. ഓനും ആ സമയത്ത് പറയാണ്, ലാ ഹാദാ ഗൈറു സ്വഹീഹ്, ബാബ ലൻ യഖ്ബല റിഷ്വ അബദൻ വഅഅ്തഖിദു അന്നഹു ലാ യുവാഫിഖു അലാ ഷൈഇൻ മിസ്ല ഹാദാ. ആ സമയത്ത് ഓനും പറയണില്ല, ഇല്ല അല്ലേ, ഹാദാ ഗൈറു സ്വഹീഹിൻ, ഇതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് ഓനും പറയുന്നത്. ബാബ, ഉപ്പ എന്താണ്, ലയ്യഖബൽ, അദ്ദേഹം ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്നാണ്. ലയ്യഖബല രിഷ്വ, അദ്ദേഹം കൈക്കൂലി സ്വീകരിക്കുകയില്ല. അബദൻ, ഒരിക്കലും അദ്ദേഹം കൈക്കൂലി സ്വീകരിക്കുക തന്നെയില്ല എന്നാണ് പറയുന്നത്. വഅഅ്തഖിദു, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അന്നഹു, തീർച്ചയായിട്ടും അദ്ദേഹം, ലാ യുവാഫിഖു, അദ്ദേഹം യോജിക്കുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അലാ ഷൈഇൻ മിസ്ല ഹാദാ, ഇതുപോലെയുള്ള കാര്യങ്ങളോടൊന്നും എൻ്റെ ഉപ്പ എന്ത് ചെയ്യുകയില്ല, യോജിക്കുകയില്ല, എൻ്റെ ഉപ്പ ഒരിക്കലും കൈക്കൂലി വാങ്ങിക്കുകയില്ല എന്നാണ് ഓനും പറയുന്നത്. ആ സമയത്ത് തോരിക്ക് പറയാണ്, അനഫാഹിം ലാക്കിൻ ഹാദിഹി മുജറദുൻ ഹദിയത്തിൻ തഖദീരിയ ലാ ഗൈർ. അനഫാഹിം, എനിക്കതറിയാം അല്ലേ, അനഫാഹിം, ഞാനത് മനസ്സിലാക്കുന്നവനാണ്. ലാക്കിൻ, പക്ഷേ, ഹാദിഹി, ഇത്, മുജറദ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും മാത്രം എന്നൊക്കെ പറയില്ലേ, അതാണ്. ഹദിയത്തിൻ തഖദീരിയ, ഒരു ഹദിയ മാത്രമാണ്, ഒരു പാരിതോഷികം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ലാ ഗൈർ, മറ്റൊന്നുമല്ല, ഇതൊരു പാരിതോഷികമായിട്ട് നൽകുന്നത് മാത്രമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് തോരിക്ക പറയുന്നത് കേട്ടോ. ആ സമയത്ത് ഓനും പറയാണ്, അൽ മൗത്തു അഹബ്ബു ഇലയ്യ മിന റിഷ്വത്തിൽ അജ്ലി, അൽ മൗത്തു, മരണമാകുന്നു, അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്, മിന റിഷ്വതി, കൈക്കൂലിയേക്കാൾ എനിക്കിഷ്ടമായിട്ടുള്ളത് മരണമാകുന്നു, ലി അജ്ലി, ഞാൻ കാരണത്താൽ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താണ്, മരണപ്പെട്ടു പോകുന്നതാണ് എന്നാണ് ഓനും പറയുന്നത്. ആ സമയത്ത് തോരിക്ക് ഇസ്കുത്തു ഖലീലൻ, അല്പസമയം ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്, നിശബ്ദനായിരിക്കുകയാണ്. സുമ്മ യഖൂലു,
എന്നിട്ട് അദ്ദേഹം പറയാണ് മുത്തഅജ്ജിബൻ, അത്ഭുതത്തോട് കൂടിയിട്ട് അദ്ദേഹം പറയാണ് അൻത ദക്കിയുൻ യാ സ്വഗീർ, അൻത ദക്കിയുൻ, നീ വളരെ ബുദ്ധിമാനാണല്ലോ, യാ സ്വഗീർ, അല്ലയോ ചെറിയ കുട്ടി, നീ വളരെ ബുദ്ധിമാനാണ്. കുൻത് അത്ലാനുൻ ഫി തഫ്കീർ, ഞാൻ എന്തായിരുന്നു, കുൻത് അൽത്തോന ബി തഫ്കീർ, കുൻത് അൽത്തോന, ഞാൻ ആരാണ്, ആ തെറ്റ് സംഭവിച്ചതാകുന്നു, ഫി തഫ്കീരി, എൻ്റെ ചിന്തയിൽ, എൻ്റെ ചിന്തയ്ക്കാണ് തെറ്റു പറ്റിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അബുദലു, ഞാൻ ചിലവഴിക്കുന്നതാണ്, ഉസാറ ജുഹുദി, എൻ്റെ ചെറിയ പരിശ്രമം പോലും, അബുദലു, ശേഷം ഞാൻ ചിലവഴിക്കും, ഉസാറ ജുഹുദി, എൻ്റെ ചെറിയ പരിശ്രമം പോലും, ഫി ഹല്ലി എന്ന് പറഞ്ഞാൽ പരിഹരിക്കുക എന്നാണ്, സോൾവ് ചെയ്യുക എന്നാണ്, ഹാദിഹിൽ ഖലിയ, ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, ബി ത്വരീഖത്തിൻ സ്വഹീഹത്തിൻ, ശരിയായിട്ടുള്ള മാർഗത്തിലൂടെ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള കാര്യത്തിനായിരിക്കും ഇനി ഞാൻ എൻ്റെ എല്ലാ ശ്രമങ്ങളും, എൻ്റെ പരിശ്രമങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഹയ്യാനു ഹാരിബ് ദിദ്ദ ഹാദ ഷെജിൽ ഇജ്തിമാഇ, ഹയ്യാനു ഹാരിബ്, നമുക്കെന്ത് ചെയ്യാം, ഒന്നിച്ച് സമരം ചെയ്യാം, ഒന്നിച്ച് ഏറ്റുമുട്ടാം എന്നാണ്, ലിദ്ദ, എതിരായിക്കൊണ്ട്, ഹാദ ഷെജിൽ ഇജ്തിമാഇ, സാമൂഹികമായിട്ടുള്ള ഒരു തിന്മയ്ക്ക് എതിരായിക്കൊണ്ട് നമുക്ക് ഒന്നിച്ച് പോരാടാം എന്നാണ് ആര് പറയുന്നത്, തോരിക്ക് പറയുന്നത് അല്ലേ. അപ്പോൾ ഓനിമിൻ്റെ ആ ഒരു സംസാരം കേൾക്കുന്ന സമയത്ത് തോരിക്കിൻ്റെ മനസ്സ് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് ഓനിം പറയാണ് നഅം ഹാദാ ഹുവൽ അഫ്ളൽ യജിബു അൻ യതിമ്മ കുല്ല ഷൈഇൻ ബിസിദ്ഖിൻ വ അമാന ശുക്രൻ യാ അമ്മി യസ്സറല്ലാഹു ഉമൂറക്. എന്താ പറയുന്നത് നോക്കൂ, നഅം, അതെ, ഹാദാ ഹുവൽ അഫ്ളൽ, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം, യജിബു, നിർബന്ധമാണ്, അൻ യതിമ്മ കുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കൽ നിർബന്ധമാണ്, ബിസിദ്ഖിൻ, സത്യസന്ധതയോട് കൂടിയിട്ടും, വ അമാനത്തിൻ, വിശ്വസ്തയോട് കൂടിയിട്ടുമായിരിക്കണം ഓരോ കാര്യങ്ങളും നമ്മൾ പൂർത്തിയാക്കേണ്ടത് എന്നാണ്. എന്നിട്ട് ഓനും പറയണം ശുക്രൻ യാ അമ്മി, അല്ലെ, എന്താണ്, താങ്ക് യു പറയാണ് അല്ലേ, നന്ദി, യസ്സറല്ലാഹു ഉമൂറക്, എന്നിട്ട് ഓനും പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു എളുപ്പമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഇനി നമുക്ക് അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, നുഹാമിൽ മഷദ് സ്ഥാനി ഇലാ ഹിക്കായത്തിൻ, ആ ഒരു രണ്ടാമത്തെ രംഗമുണ്ടല്ലോ, അത് ഒരു ഹിക്കായയാക്കിക്കൊണ്ട്, ഒരു കഥയാക്കിക്കൊണ്ട് എഴുതുവാനാണ് കേട്ടോ. അതായത് അത് എഴുതി തുടങ്ങേണ്ടത് എങ്ങനെയാണ്, സാറൽ മുഖാവിലു ഓനിമൻ ഫി ജനാഹിൽ അത്തുഫാലി, സാറൽ മുഖാവിമു, ആ ഒരു കോൺട്രാക്ടർ സന്ദർശിച്ചു, ഓനിമനെ സന്ദർശിച്ചു, ഫി ജനാഹിൽ അത്തുഫാലി, കുട്ടികളുടെ വാർഡിൽ ഓനിമിനെ സന്ദർശിച്ചു എന്നാണ്. എങ്ങനെ നമുക്കത് എഴുതാമെന്ന് നോക്കൂ. ജാ തോരിഖുൻ ഇലാ ജനാഹിൽ അത്ഫാലി ലി സിയാറത്തി ഓനിമിൻ, ജാ തോരിഖുൻ, തോരിഖ് വന്നു, ഇലാ ജനാഹിൽ അത്ഫാലി, കുട്ടികളുടെ വാർഡിലേക്ക്, ലി സിയാറത്തി ഓനിമിൻ, ഓനിമിനെ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട്, ഹീനമ ഖറജ വാലിദുഹു ഇല സ്വൈദിലിയ, അവൻ്റെ പിതാവ് ഫാർമസിയിലേക്ക് പോയ സമയത്ത് എന്നാണ്. സഅലഹു ഓനിം അവനോട് ചോദിച്ചു, മൻ അൻറ്റ്, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു എന്നാണ്. വമാദാ തുരീദ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. ഫ അറഫ നഫ്സഹു, അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. വ അഖ്ബറ, എന്നിട്ട് അദ്ദേഹം അറിയിച്ചു, അന്നഹു മുഖാവിലുൻ, അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ്. ജാ അലി മുസാഅദതിഹി, നിന്നെ സഹായിക്കുവാൻ വേണ്ടി, അവനെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന്. എന്നിട്ട് പറയാണ് തൊലബ തോരിഖു മിൻ ഓനിം, അതായത് തോരിഖ് ഓനിമിൽ നിന്ന് ആവശ്യപ്പെട്ടു, അൻ യൻസഹ അബാഹു, തൻ്റെ പിതാവിനെ ഉപദേശിക്കുവാൻ വേണ്ടിയിട്ട്, ഖബൂല ഹദിയതിഹി ലി ഇലാജിഹി, അവൻ്റെ ചികിത്സക്ക് വേണ്ടിയിട്ട് ആ ഒരു ഹദിയ, അദ്ദേഹം നൽകുന്ന ഒരു പണം സ്വീകരിക്കുവാൻ വേണ്ടി, ഉപദേശിക്കുവാൻ വേണ്ടിയിട്ട് ഓനിമിനോട് തോരിഖ് ആവശ്യപ്പെട്ടു എന്നാണ്. അങ്ങനെ ഫഅളിബ ഓനിമുൻ, ഇത് കേൾക്കുന്ന സമയത്ത് ഓനിമ് കോപിച്ചുകൊണ്ട്, വഖാല, അവൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ്, അൽ മൗത്തു അഹബ്ബു ഇലയ്യ മിനൽ റിശ്വതി ലി അജ്ലി, ഞാൻ കാരണത്താൽ കൈക്കൂലി വാങ്ങിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലതെന്താണ്, ഞാൻ മരണപ്പെട്ടു പോകുന്നതാണ് എന്നാണ് അവൻ പറയുന്ന മറുപടി. ഇത് കേൾക്കുന്ന സമയത്ത് തഅജ്ജബ തോരിഖുൻ മിൻ ഖൗലിഹി ഹാദാ, ഈ വാക്ക് കേൾക്കുമ്പോൾ തോരിഖ് അത്ഭുതപ്പെട്ടു. വഫക്കറ ഖലീലൻ, എന്നിട്ട് അല്പസമയം ചിന്തിച്ചു. ഫക്കറ ഖലീലൻ, അല്പസമയം അദ്ദേഹം ചിന്തിച്ചു. വഅസിമ, എന്നിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അല ഇജ്റാഹി മശ്റൂഇഹി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കുവാൻ.
ബിത്വരീഖത്തിൻ സ്വഹീഹത്തിൻ, ശരിയായ മാർഗത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കുവാൻ വേണ്ടി അദ്ദേഹം ഉദ്ദേശിക്കുകയും ചെയ്തു, തീരുമാനിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ മഷ്ഹദു സാനി കഴിഞ്ഞു. ഇനി അൽ മഷ്ഹദു സാലിസാണ് മൂന്നാമത്തെ രംഗം. അല്ലെ, മൂന്നാമത്തെ രംഗത്തിൽ നമുക്ക് ഓനിമിനെ കാണാൻ പറ്റുന്നുണ്ട്, സുഹൈലിനെ കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ഓനിമിൻ്റെ ഉമ്മയെയും കാണാൻ പറ്റുന്നുണ്ട്. അല്ലേ, നോക്കൂ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന്. ജനാഹൽ അത്ഫാലി ഫിൽ മുസ്തഷ്ഫ എജ്ലിസു സുഹൈലിൻ വഹാല ബിജാനിബി ഓനിമിൻ. അപ്പോൾ നമുക്ക് ആ ഒരു വേദിയിൽ കാണാൻ പറ്റുന്നത് ആ ഒരു ഹോസ്പിറ്റലിലെ കുട്ടികളുടെ വാർഡിലാണ്, ചിൽഡ്രൻസ് വാർഡിൽ. എജ്ലിസു സുഹൈൽ ഇരിക്കുന്നു, ഹാല ഇരിക്കുന്നുണ്ട്, ബിജാനിബി ഓനിമിൻ, ഓനിമിൻ്റെ സൈഡിലായിക്കൊണ്ട് ഹാലയും സുഹൈലും ഒക്കെ ഇരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. ഓനിം പറയാണ്, ബാബ ഇന്ദി ഖബറൻ, എൻ്റെ ഉപ്പ എന്താണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതാണ് ഇന്ദി ഖബറൻ എന്ന് പറഞ്ഞാൽ കേട്ടോ, എൻ്റെ അടുക്കലൊരു വാർത്തയുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം. അതായത് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നാണ്. സുഹൈൽ തഫല്ലൽ യാ ബുനയ്യ, പറയൂ മോനെ എന്നാണ്. എന്താണ് പറയാനുള്ളത്, നീ പറയൂ എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഓനും പറയാണ്, ഇത് കുൻത ഫിൽ ഖാരിജി അതാനി മുഖാവിലുൻ, നിങ്ങളായിരുന്നപ്പോൾ ഫിൽ ഖാരിജി പുറത്തായിരുന്ന സമയത്ത് അതാനി എൻ്റെ അടുക്കൽ വന്നു, മുഖാവിലുൻ ഒരു കോൺട്രാക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഹൈൽ പറയാണ്, മുഖാവിൽ മാദ അഖ്ബറക്, മുഖാവിൽ അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, കോൺട്രാക്ടറോ അല്ലേ, മാദ അഖ്ബറക്, എന്നിട്ട് അദ്ദേഹം എന്താണ് നിന്നോട് പറഞ്ഞത്, എന്താണ് നിന്നെ അറിയിച്ചത് എന്നാണ്. ഓനും പറയാണ്, ഇന്നഹു യുരീദു അൻ യദ്ഫഅ തകാലീഫ ഇലാജി മുഖാബില തൗഖീഖ് മിൻ ഇൻദിക്. ഇന്നഹു യുരീദു, അവൻ ഉദ്ദേശിക്കുന്നുണ്ട്, അൻ യദ്ഫഅ പേ ചെയ്യുവാൻ, അടക്കുവാൻ, തകാലീഫ ഇലാജി എൻ്റെ ചികിത്സാ ചിലവുകളൊക്കെ അടക്കുവാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്, മുഖാബില പകരമായിക്കൊണ്ട്, ലി തൗഖീഖിൻ മിൻ ഇൻദിക് നിങ്ങളുടെ അടുക്കിൽ നിന്നുള്ള ഒരു ഒപ്പിൻ്റെ പകരമായിക്കൊണ്ട് എൻ്റെ ചികിത്സയുടെ പണമൊക്കെ അടക്കാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ സമയത്ത് സുഹൈൽ പറയാണ്, കൈഫ തആമൽത മഅഹു, നീ അദ്ദേഹത്തോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നാണ് ചോദിക്കുന്നത്. കൈഫ തആമൽത, എങ്ങനെയാണ് നീ പെരുമാറിയത്, മഅഹു അദ്ദേഹത്തോട്. ഓനും പറയാണ്, ഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നനി ഉഹിബ്ബു, തീർച്ചയായിട്ടും ഞാൻ ഇഷ്ടപ്പെടുന്നത്, അൻ യകൂന അബി, എൻ്റെ പിതാവ്, എൻ്റെ ഉപ്പ ആയിത്തീരുവാനാണ്, ദായിമൻ, എപ്പോഴും എൻ്റെ ഉപ്പ ആയിരിക്കണമെന്നാണ്, മുവല്ലഫൻ നസീഹൻ, ഒരു ശുദ്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിത്തീരണം, ഒരു ഓഫീസറായിത്തീരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. ബാബ അൻത മിസാലി വ ഖുദ്വതി, അൻത നിങ്ങളാകുന്നു, മിസാലി എൻ്റെ മാതൃക എന്ന് പറയുന്നത്, വ ഖുദ്വതി എന്ന് പറഞ്ഞാലും അതുതന്നെയാണ് അർത്ഥം, നിങ്ങളാകുന്നു എൻ്റെ മാതൃക, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പരിശുദ്ധനായിട്ടുള്ള ഒരു ഓഫീസറായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ സുഹൈൽ പറയാണ്, സ്വദഖത യാ ബുനയ്യ, മോനെ നീ പറഞ്ഞത് എന്താണ്, സത്യസന്ധമാണ്. അരിഷ്വത്തു ഹിയ തുഅനതു ഫീ ഖൽബിൻ നസാഹതി വൽ അമാന, അരിഷ്വത്തു കൈക്കൂലി എന്ന് പറയുന്നത്, ഹിയ അതെന്താകുന്നു, തുഅനത്തുൻ ഒരു കുത്താകുന്നു എന്നാണ്. തുഅന എന്ന് പറഞ്ഞാൽ കുത്തുക എന്നാണ്. തുഅനത്ത് എന്ന് പറഞ്ഞാൽ ഒരു കുത്താകുന്നു. ഫീ ഖൽബിൻ നസാഹത്തി, ശുദ്ധമായിട്ടുള്ള ഹൃദയത്തിൽ ഏൽക്കുന്ന ഒരു കുത്താകുന്നു ശരിക്ക് കൈക്കൂലി എന്ന് പറയുന്നത്. വൽ അമാനത്തി, വിശ്വസ്തതയുള്ള അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള ഒരു ഹൃദയത്തിൽ ഏൽക്കുന്ന ഒരു കുത്തായിട്ടാണ് കൈക്കൂലി എന്ന് പറയുന്നത് എന്നാണ്. വഹിയ തുഫ്സിദു, അത് കേടാക്കി കളയുന്നുണ്ട്, മോശമാക്കി കളയുന്നുണ്ട്. അൽ-ലമീറ, അത് ദുഷിപ്പിക്കുന്നുണ്ട്. അൽ-ലമീറ, മനസാക്ഷിയെ ദുഷിപ്പിക്കുന്നതാണ്, മനസാക്ഷിയെ മോശമാക്കി കളയുന്നതാണ്. വതുദമ്മിറു, തകർത്ത് കളയുന്നതുമാകുന്നു. അൽ-അദാലത, നീതിയെ തകർത്ത് കളയുന്നതുമാകുന്നു എന്നാണ് ഉപ്പ പറയുന്നത്. എന്നിട്ട് തുഷീറു ഹാല ഇല സുഹൈലിൻ ബി അന്നഹു ഹാലത ഓനിമിൻ തതദഹ്വറു, അതായത് തുഷീറു ഹാല, ആ സമയത്ത് ഹാല ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്, ഇലാ സുഹൈലിനെ ചൂണ്ടിക്കുകയാണ്. ബി അന്ന, കാരണം എന്താണ്, ഹാലത്ത ഓനിം, ആ ഒരു ഓനിമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, തത്തദഹ്വറു എന്ന് പറഞ്ഞാൽ വഷളായിക്കൊണ്ടിരിക്കുക, മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അങ്ങനെ ഓനിം ബിസൗത്തിൻ ലഈഫിൻ, ആ സമയത്ത് ഓനിം ഇങ്ങനെ ചെറിയ ശബ്ദത്തിൽ ഇങ്ങനെ പറയാണ്, ഹാ ബാബ മാമ ഉഹിബ്ബുക്കുമ, അല്ലെ, ആ ഒരു വേദന കൊണ്ട് ഇങ്ങനെ പറയാണ്, എന്ത്, ഉപ്പ ഉമ്മ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉഹിബ്ബുക്കുമ, ഞാൻ നിങ്ങളെ രണ്ടു പേരെയും സ്നേഹിക്കുന്നുണ്ട്. ഹാല ബാക്കിയതിന്, ആ സമയത്ത് ഹാല
കരഞ്ഞുകൊണ്ട് പറയാണ് വനഹ്നു നുഹിബ്ബുക യാ ബുനയ്യ, ഞങ്ങളും മകനെ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. വനഹ്നു ഞങ്ങൾ, നുഹിബ്ബുക നിന്നെ സ്നേഹിക്കുന്നുണ്ട്, യാ ബുനയ്യ അല്ലയോ മകനെ, ലാ ഹയാത്ത ലന ഞങ്ങൾക്കൊരു ജീവിതമില്ല, ഇല്ലാ മഅക നിന്നോടൊപ്പമല്ലാതെ ഞങ്ങൾക്കൊരു ജീവിതമില്ല, യാ കബ്ദി എൻ്റെ ഹൃദയമേ എന്നാണ്. ആനിം ബാബ അല്ലി ഷിഫാ മിൻ ഹാദൽ മർദ് ഹലിൽ ഹയാത്ത് തൻതഹി ഹുന. അപ്പോൾ ഓനിമ ചോദിക്കുകയാണ്, ബാബ അല്ലി ഷിഫാ എനിക്കൊരു സുഖമുണ്ടാവും, എനിക്കൊരു ശമനമുണ്ടാവുമോ, മിൻ ഹാദിൽ മർദി ഈ ഒരു രോഗത്തിൽ നിന്ന് എനിക്കൊരു ശമനമുണ്ടാവുമോ, ഹലിൽ ഹയാത്ത് തൻതഹി ഹുന എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു പോകുമോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് സുഹൈൽ പറയും, ലാ ബഅസ തഹൂറൻ ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ നിനക്കൊരു കുഴപ്പമുണ്ടാവുകയില്ല, നിൻ്റെ അസുഖങ്ങളൊക്കെ സുഖമാവുന്നതാണ് എന്നാണ് സുഹൈൽ പറയുന്നത്. എന്നിട്ട് ഹാല യാ ഇലാഹി അൽബിസ്ഹു ലിബാസ് ഷിഫ, എന്നിട്ട് ഹാല പറയണം, യാ ഇലാഹി അല്ല എൻ്റെ ഇലാഹെ, അൽബിസ്ഹു നീ അവനെ ധരിപ്പിക്കണമേ. അതായത് ഹാല പ്രാർത്ഥിക്കുകയാണ്, അൽബിസ്ഹു നീ അവനെ ധരിപ്പിക്കണമേ, ലിബാസ് ഷിഫ ഈ ആ ഒരു ശമനത്തിൻ്റെ വസ്ത്രം, അങ്ങനെ പറഞ്ഞാൽ എന്താ, അവൻ്റെ അസുഖങ്ങളെയൊക്കെ സുഖമാക്കി കൊടുക്കണമേ എന്ന് ഹാല പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് യദ്ഖുലു ത്വബീബ് സിയാദ്, ഡോക്ടറായിട്ടുള്ള സിയാദ് അങ്ങോട്ട് പ്രവേശിക്കുന്നുണ്ട് എന്നാണ്. എന്നിട്ട് സിയാദ് പറയാണ്, യാ സുഹൈൽ ലഖദ് തമ്മത്തി തജ്ഹീസാതു ലിഇജ്റാഇൽ അമലിയത്തി ജിറാഹിയ അൽആൻ നഖുദ് ആനിമൻ ഇലാ ഉർഫത്തി ജിറാഹിയ. യാ സുഹൈൽ അല്ലയോ സുഹൈലേ, ലഖദ് തമ്മത്തി തജ്ഹീസ തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്, ലിഇജ്റാഇൽ അമലിയത്തി ജിറാഹിയ ഓപ്പറേഷൻ നടത്തുവാനുള്ള അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അൽ ആൻ ഇപ്പോൾ, നഖുദ് ഓനിമൻ നമുക്ക് ഓനിമിനെ കൊണ്ടുപോവാം എങ്ങോട്ട്, ഇല ഉർഫത്തിൽ ജിറാഹിയ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, ഓപ്പറേഷൻ റൂമിലേക്ക് നമുക്ക് ഓനിമിനെ കൊണ്ടുപോവാം എന്നാണ് പറയുന്നത്. ആ സമയത്ത് സുഹൈൽ പറയാണ്, കൈഫ ഹാദ യാ ഡോക്ടർ മൻ യദ്ഫഉ തകാലീഫൽ ഇലാജ്, കൈഫ ഹാദ യാ ഡോക്ടർ, ഡോക്ടർ അതെങ്ങനെയാണ് സംഭവിച്ചത്, മൻ യദ്ഫ ആരാണ് അടച്ചിട്ടുള്ളത്, തകാലീഫൽ ഇലാജ് ഈ ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ടൊക്കെ ആരാണ് അടച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ആ സമയത്ത് സിയാദ് പറയാണ്, ഖുദ് റാഹത്തക യാ സുഹൈൽ അർറുസൂമു കുല്ലഹാ മദ്ഫൂഅത്തുൻ അൽ വഖ്തു ലയ്യിഖുൻ ദഅനി അഖും ബി അമലിയത്തിൽ ജിറാഹിയ. ഖുദ് റാഹത്തക യാ സുഹൈൽ നിങ്ങൾ പോയിട്ട് റെസ്റ്റ് എടുക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. അർറുസൂമു കുല്ലഹാ മദ്ഫൂഅത്തുൻ, റുസൂം എന്ന് പറഞ്ഞാൽ ഫീസ് എന്നാണ്. ഫീസുകളെല്ലാം തന്നെ എന്താണ്, അതെല്ലാം അടക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാം പേ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അൽ വഖ്തു ലയ്യിഖുൻ സമയം വളരെ കുറവാണ്. അതാണ് അൽ വഖ്തു ലയ്യിഖുൻ എന്ന് പറഞ്ഞാൽ സമയം കുടുങ്ങിയതാണ്, കുടുസായതാണെന്ന് പറഞ്ഞാൽ എന്താ, സമയം നമ്മുടെ മുൻപിൽ വളരെ കുറവാണ്. ദഅനി അഖും ബിൽ അമലിയത്തിൽ ജിറാഹിയ ആ ഒരു ഓപ്പറേഷൻ നടത്തുവാൻ വേണ്ടി എന്നെ വിട്ടേക്കും എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പോയിട്ട് വരാം, പോവട്ടെ എന്നാണ് പറയുന്നത്. ഇനി അവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നുനാഖിഷ് നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ്. മനിൽ ഖായിൽ ആരാണിത് പറയുന്നത് എന്നാണ്. ലഖദ് തമ്മത്തി തജ്ഹീസാത്തുൽ അമലിയത്തിൽ ജിറാഹിയ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട് എന്ന് ആരാണ് പറയുന്നത് എന്നാണ്. ആരായിരുന്നു പറയുന്നത്? കാല തൊബീബു സിയാദ് എന്നോ അല്ലെങ്കിൽ കാല തൊബീബ് എന്നോ നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. ലാ ഹയാത്ത ലന ഇല്ലാ മഅക ബിദി ഞങ്ങൾക്ക് നിന്നോട് കൂടെയല്ലാതെ ഒരു ജീവിതമില്ല എന്ന് പറയുന്നുണ്ട്. ആരാണത് പറയുന്നത്? കാലത്ത് ഉമ്മു ആനിം അല്ലേ, ആനിമിൻ്റെ ഉമ്മയാണത് പറയുന്നത് അല്ലേ. ലാ ബഅസ തഹൂറൻ ഇൻഷാ അല്ലാ എന്താണ്, പേടിക്കേണ്ട കുഴപ്പമൊന്നുമില്ല അല്ലേ, ആ ഒരു അർത്ഥത്തിലാണ് ഇതിൻ്റെ അസുഖം എന്താണ് പെട്ടെന്ന് സുഖമാവും എന്നാണ് പറയുന്നത്. ആരത് പറയുന്നത്? സുഹൈലാണ്. കാല സുഹൈൽ എന്നാണ് എഴുതേണ്ടത്. ഹലിൽ ഹയാത്ത് തൻതഹി ഹുന എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതാരും ചോദിക്കുന്നുണ്ടായിരുന്നത്? അത് ഓനിമാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ കാല ഓനിം എന്നാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ടീച്ചർ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇന്നടുത്ത ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക, ടീച്ചർ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.